ബേത്ലഹേം, അപ്പത്തിൻ്റെ ഭവൻ. മനുഷ്യർക്ക് നിത്യജീവന്റെ അപ്പം നൽകുന്നതിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ ആരംഭത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം. ഒട്ടനവധി സവിശേഷതകളുള്ള ഒരു നഗരമാണ് ബേത്ലഹേം. ഇസ്രായേൽ ഗോത്രങ്ങളുടെ അമ്മയായ റാഹേലിനെ കബറടക്കിയിരിക്കുന്ന നഗരം. ദാവീദ് രാജാവിൻ്റെ ജന്മത്തിന് കാരണമായി തീർന്ന മോവാബിയ സ്ത്രീയായ രൂത്ത് കടന്നു വന്ന പട്ടണം. ഒടുവിൽ അവരുടെ പൗത്രനായിക്കൊണ്ട് ഇസ്രായേലിനെ ഭരിച്ച ദാവീദ് രാജാവിൻ്റെ നഗരം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സാമ്രാജ്യത്തിലെ സകല ജനങ്ങളുടെയും പേർ എഴുതി ചേർക്കപ്പെടണമെന്നുള്ള ഔഗുസ്തൂസ് കൈസറുടെ കൽപ്പന പ്രകാരം യോസേഫും മറിയയും ബേത്ലഹേമിലേക്ക് എത്തിച്ചേരുകയും അവിടെ വെച്ച് ദാവീദ് പുത്രനായ രക്ഷകൻ പിറക്കുകയും ചെയ്യുന്നു. മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, നീയോ ബേത്ലഹേം എഫ്രാത്തെ, യഹൂദ സഹസ്രങ്ങളിൽ നീ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ ഭരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും. ഇങ്ങനെ യുഗങ്ങൾക്ക് മുമ്പേ ദൈവിക ഉദ്ദേശം നടപ്പാക്കപ്പെടുന്നതിന് വേണ്ടി ബേത്ലഹേം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം ഇടയിൽ നാം മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. പുതിയ രാജാവിൻ്റെ ജനനത്തോടുകൂടി തൻ്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടുമോ എന്ന ഭയത്തിൽ നിന്നും പുറപ്പെട്ടു വന്ന ഹെരോദാവിൻ്റെ ക്രൂരകൽപ്പനയിൽ വധിക്കപ്പെട്ട ബേത്ലഹേമിലെ ഒരു പറ്റം പൈതങ്ങൾ, രക്ഷിതാവിൻ്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത ഒരു പറ്റം കുഞ്ഞുങ്ങൾ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അതേ സ്ഥലവും അതേ സംഭവങ്ങളും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നാം എല്ലാവരും പിതാവായ ദൈവത്തിൻ്റെ തുടരുന്ന രക്ഷാകര പദ്ധതിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. നാം നിസ്സാരമെന്ന് കരുതുന്ന പലതിനും പിന്നിൽ ഒരു വലിയ ദൈവിക ഉദ്ദേശം മറഞ്ഞിരിപ്പുണ്ട്. ആയതിനാൽ ദൈവ ഇഷ്ടം നിറവേറപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഒരു ബേത്ലഹേമാക്കി മാറ്റുവാൻ ഈ ക്രിസ്മസ് കാലം നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.